ലോകമെമ്പാടും നവംബർ 18 മുതൽ 24 വരെ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവബോധ വാരമായി ആചരിച്ചു വരികയാണ്. എന്താണ് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അഥവാ AMR? ബാക്ടീരിയ, വൈറസ്, ഫംഗസ് എന്നീ രോഗാണുക്കൾക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ആൻറ്റി മൈക്രോബിയൽസ്. പക്ഷേ ഈ രോഗാണുക്കൾ മരുന്നുകൾക്കെതിരെ പ്രതിരോധശേഷി ആർജിച്ച് അതിന് ഉപയോഗപ്രദമല്ലാതായി തീർക്കുകയാണ്. ഇതാണ് AMR. ആൻറ്റിബയോട്ടിക് പ്രതിരോധം എന്തുകൊണ്ടാണ് ഗുരുതരം? ആൻറ്റിബയോട്ടിക് പ്രതിരോധം കാരണം സാധാരണഗതിയിലുള്ള ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാൻ പറ്റാതെ വരും. അങ്ങനെ ഉയർന്ന ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കേണ്ടി വരും. ഇത് ചികിത്സാ ചെലവ് വർദ്ധിക്കുന്നതിനും ആശുപത്രിവാസം ദീർഘിപ്പിക്കുന്നതിനും ഇടയാക്കുന്നു. റെസിസ്റ്റന്റ് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഇൻഫെക്ഷൻ ചികിത്സിക്കാൻ സാധ്യമാകാതെ മരണത്തിന് വരെ കാരണമായേക്കാം. ആൻറ്റിബയോട്ടിക് പ്രതിരോധം ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? അനാവശ്യമായ ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം, അതായത് പനി, ജലദോഷം തുടങ്ങിയ വൈറൽ പനികൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത്, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത്, നിർദ്ദേശിക്കപ്പെട്ട ആൻറ്റിബയോട്ടിക്കുകൾ കൃത്യമായ ഡോസും കോഴ്സും പൂർത്തീകരിക്കാത്തത്, ഒരാൾക്ക് നിർദ്ദേശിച്ച ആൻറ്റിബയോട്ടിക്കുകൾക്ക് മറ്റുള്ളവർക്ക് കൈമാറുന്നത്, മൃഗങ്ങളിലും മറ്റു വ്യവസായങ്ങളിലും കൂടിയ തോതിൽ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത്, ആവശ്യം കഴിഞ്ഞ ആൻറ്റിബയോട്ടിക്കുകൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നത്, ഇതെല്ലാം ആൻറ്റിബയോട്ടിക് പ്രതിരോധത്തിന് കാരണങ്ങളാണ്. ആൻറ്റിബയോട്ടിക് പ്രതിരോധം തടയാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാം? ആൻറ്റിബയോട്ടിക്കുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക. നിർദ്ദേശിക്കപ്പെട്ട ഡോസ്, കോഴ്സ് എന്നിവ പൂർത്തീകരിക്കുക. ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗത്തിന് കാരണമാകുന്ന അണുബാധ വരാതിരിക്കാൻ കൈകളുടെ ശുചിത്വം, വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, ഭക്ഷണ ശുചിത്വം എന്നിവ പാലിക്കുക. രോഗി സന്ദർശനം കഴിവതും ഒഴിവാക്കുക. കൃത്യമായ കാലയളവിൽ വാക്സിനുകൾ എടുത്ത് അണുബാധയെ തടയാൻ വേണ്ടി ശ്രമിക്കണം. സാധാരണക്കാരായ ആളുകളും ആരോഗ്യ പ്രവർത്തകരും ഒത്തൊരുമിച്ച് നമുക്ക് ഈ ആൻറ്റിബയോട്ടിക് പ്രതിരോധത്തിനെതിരെ പ്രവർത്തിക്കാം.